എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രനും ഗോവർദ്ധനോട് വീട്ടിലോട്ടെത്തി. അവർ വീട്ടിലോട്ട് വന്ന് കയറി കഴിയുമ്പം കടയിലെ വണ്ടി അവിടെ കിടക്കുന്ന കാണും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, തനിക്ക് ആ വണ്ടി പോരെ, ഇനിയിപ്പോൾ തൻ്റെ വണ്ടി ഇങ്ങോട്ട് വരുത്തിക്കണമെന്ന് ചോദിക്കുമ്പോൾ, അതിൻ്റെ ആവശ്യമില്ല ബാലേട്ട എന്ന് പറയും. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, തനിക്ക് ടെൻഷൻ ഉണ്ടോ എന്ന്. അന്നേരം എൻ്റെ ടെൻഷൻ മൊത്തം ഇപ്പം ബാലേട്ടനെ കുറിച്ച് ഓർത്തിട്ടാണ്. ഇത്രയും വലിയൊരു ബോംബാണല്ലോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്ന് ഓർത്തിട്ടാണ്, അഗ്നികോളം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഓർത്തിട്ടാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്നും താൻ ചിന്തിക്കേണ്ട, അതങ്ങ് വിട്ട് കളഞ്ഞേരേ എന്ന്. എന്നിട്ട് അകത്തേക്ക് കയറി വാ, ഞാൻ പുരോഹിത്തിൻ്റെ കീ മേടിച്ച് തരാം എന്ന് പറയും. അവരകത്തേക്ക് കയറി വന്നിട്ട് അലീനെ എന്നാണ് വിളിക്കുന്നത് ബാലേന്ദ്രൻ. അന്നത്തേക്കും കൃഷ്ണമോൾ വരും. എന്നിട്ട് ആഹാ ഇങ്ങ് എത്തിയോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും അപ്പുറത്ത് നിന്ന് അലീനയും വരുന്നുണ്ട്. ഈ അലീനയെ കാണുമ്പം ആദ്യമായിട്ട് അലീനയെ കാണുന്നവർ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഗോവർദ്ധൻ. അലീന അടുത്ത് വന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കും, ഇതെന്താ വെച്ചാൽ അപ്പടി ക്ഷീണിച്ചല്ലോ, രാജ്യമൊക്കെ ചുറ്റിക്കറങ്ങി ഇങ്ങ് എത്തിയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, കുറച്ച് സ്ഥലങ്ങൾ കറങ്ങാനുണ്ടായിരുന്നു എന്ന് ബാലേന്ദ്രൻ പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയപോലെ തോന്നുവാണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, അതെ ഞാനിങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതിൻ്റെ അല്ലേ, ഒന്ന് നന്നായിട്ട് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷീണമൊക്കെ മുഖത്തൊന്നും അങ്ങ് പൊയ്ക്കോളും എന്ന് പറയും. അന്നേരം അച്ഛന് ചായ വേണോ എന്ന് ചോദിക്കുക. അന്നേരം എനിക്ക് ചായ വേണ്ട, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് മതി, ഈ ഗോവർദ്ധൻ ഒരു ചായ കൊടുത്തരേ എന്ന് പറയും. എന്നാൽ ഞാനിപ്പോൾ ചായ എടുക്കാവേ എന്ന് പറഞ്ഞ് അലീന അടുക്കളയിലേക്ക് പോകുന്നു. ബാലേന്ദ്രൻ മുകളിലോട്ട് കയറി പോവുകയാണ്. ഇതിനിടയ്ക്ക് ആ സ്റ്റെപ്പിൽ കിടന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള് രോഹിത്തിനെ. ഏതായാലും ചായ എടുക്കാൻ വേണ്ടി അലീന അടുക്കളയിലേക്ക് തിരിഞ്ഞു പോകുമ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഗോവർദ്ധൻ. അപ്പോഴത്തേക്കും ബബുദി അങ്ങോട്ട് വരും. എന്നിട്ട് ഹായ് അങ്കിളെ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയൊക്കെയാണ് കറങ്ങിയത് എന്ന്. അതായത് കുറച്ച് ദൂരം പോയി എന്നിങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യം വ്യക്തമായിട്ട് പറയുന്നില്ലേ. അപ്പോഴത്തേക്കും രോഹിത്ത് ഇറങ്ങി വരും. രോഹിത്ത് ഗീയും കൊടുത്തു കഴിയുമ്പം അങ്കിള് പോകുവാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഒരു ചായ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കുടിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയും. അപ്പോഴത്തേക്കും ചായയായിട്ട് അലീനയും വരും. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മധുരം എങ്ങനെയാണ് എന്നാണ് എനിക്കറിയില്ല, ഞാൻ അച്ഛൻ്റെ ടേസ്റ്റിനാട്ടോ ചായ എടുത്തത് എന്ന്. അതായത് കുടിച്ച് നോക്കിയിട്ട് എനിക്ക് ഈ മധുരം മതി, വീട്ടിലാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ചായയാണ് കുടിക്കാറുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും, എവിടെയൊക്കെയാണ് നിങ്ങൾ പോയതോ ഒന്ന് പറഞ്ഞേ എന്ന്. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, നിങ്ങൾക്ക് ബാലേട്ടനോട് ചോദിക്കാമല്ലോ, അതുകൊണ്ട് ബാലേട്ടനോട് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആകുമല്ലേ എന്ന് പറയുന്നുണ്ട് ബബുദ. ഏതായാലും ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ തുടങ്ങുമ്പം രോഹിത് വരെ ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചിക്കുള്ള പുതിയ വീടോ ഷെൽട്ടറോ എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചോ എന്ന്. അന്നേരം പറയും, ഇതൊക്കെ ബാലേട്ടനോട് ചോദിച്ചാൽ മതി, ഞാനായിട്ടൊന്നും പറയുകയില്ല, ഞാനൊരു ഡ്രൈവറായിട്ട് കൂടെ പോയിന്നേ ഉള്ളൂ എന്ന്. അത്രയും പറഞ്ഞിട്ട് ചായ കുടിച്ച് കപ്പും കൊടുത്തിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്ന ഗോവർദ്ധൻ വാതിലിൽ എത്തുമ്പോഴും ഒന്നുകൂടി തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അലീനയെ. അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലാവും, ഒന്നുമില്ലെങ്കിലും അലീനയുടെ ആവശ്യത്തിനാണ് പോയതെന്നും സത്യങ്ങളെല്ലാം ഗോവർദ്ധൻ മനസ്സിലാക്കിയിരുന്നു. ഏതായാലും ഗോവർദ്ധൻ പോയി കഴിയുമ്പം ബൗദ്ധ പറയുന്നുണ്ട്, ലക്ഷണമൊക്കെ കണ്ടിട്ട് ചേച്ചിക്കുള്ള ഏതോ ഒരു സ്ഥലം കണ്ടുപിടിച്ചെന്നാണ് തോന്നുന്നത് എന്ന്. അന്നേരം കൃഷ്ണമോൾ പറയും, എവിടെയാണ് എന്ന് അറിയത്തില്ലല്ലോ, എന്താണെങ്കിലും നമുക്ക് ആ ടെൻഷൻ, ചേച്ചിക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കാൾ ഏറെ ടെൻഷനുണ്ട്, അതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ ഒതുക്കി പിടിച്ചേക്കുവാണ്, പുറത്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഒത്തിരി വിഷമത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നിങ്ങനെ പറയും. അത്രയും പറഞ്ഞിട്ട് അലീന അങ്ങ് പോകുമ്പം അവർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് കേട്ടോ. രോഹിത്തിനും ബബുദയ്ക്കും ഒക്കെ വിഷമമാണ്, എല്ലാവരുടെയും മുഖം മങ്ങി പോകുന്നുണ്ട്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്താണെങ്കിലും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, ഇനിയിപ്പം ചേച്ചി പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന്. ഏതായാലും അലീന ഭയങ്കര വിഷമത്തിലാണ്. അലീനയും അടുക്കളയിലേക്ക് പോകും. ഇനിയിപ്പോൾ ചായ എടുത്ത് കൊടുക്കണമല്ലോ ബാലേന്ദ്രന്, അതിനുവേണ്ടി. ഈ സമയം ബാലേന്ദ്രൻ റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ചേക്കാം എന്ന് കരുതുന്നതേക്കും ഫോൺ കോൾ വരുന്നു. മനുവിൻ്റെയാണ്. അങ്കിളെ എവിടെയാണ് എന്ന് ചോദിക്കുമ്പം വീട്ടിൽ വന്നു എന്ന് പറയും. ഏത് വീട്ടിൽ എന്ന് ചോദിക്കുമ്പം എനിക്ക് എത്ര വീടുണ്ട്, ഒരു വീടല്ലേ ഉള്ളൂ, അവിടെയാണ് എത്തിയത് എന്ന് പറയുമ്പം, എന്നിട്ട് അങ്കിൾ എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ പോകുന്നതും വരുന്നതൊക്കെ നിന്നെ അറിയിച്ചിട്ട് വേണോടാ എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട്, അങ്കിളെങ്ങടെ എവിടെയൊക്കെയാണ് പോയത് എന്ന് എനിക്കറിയാം, ഇവിടുന്ന് നേരെ ആദ്യം നീലഗിരിയിലേക്ക് പോയി, അത് കഴിഞ്ഞ് കുളത്തിപ്പുഴയിൽ പോയി അലീനയുടെ അച്ഛനെ കാണാൻ വേണ്ടി, എന്നിട്ട് ഇയാളെയൊക്കെ കണ്ടോ എന്ന് ചോദിക്കുന്നതേക്കും ഒരു ഞെട്ടലോടെ, എടാ മനു നിന്നോട് ആരാടാ ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന്. അന്നേരം എങ്ങനെയാടാ പറ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, വെല്ലിച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട്, വെല്ലിച്ചനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്, വെല്ലിച്ചൻ്റെ കയ്യിൽ നിന്നാണല്ലോ സ്റ്റാൻലിയുടെ അഡ്രസ്സ് അങ്കിൾ മേടിച്ചത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അറിയുമല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് മനു ചോദിക്കും, എന്തായി പോയ കാര്യം, നടന്നോ, അലീനയുടെ അച്ഛനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കണ്ടു, എല്ലാ കാര്യങ്ങളും അയാളെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ നടന്ന സംഭവങ്ങളൊന്നും ഒരിക്കലും അലീന അറിയരുത്, അയാൾക്ക് അലീനയെ വേണമെങ്കിൽ അയാൾ ഇവിടെ വരുന്ന ആ സമയത്ത് മാത്രം അവൾ
അയാളെ കണ്ടാൽ മതി. അതല്ല എങ്കിൽ ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി അവൾ അറിയുകയേ വേണ്ട. അയാൾക്ക് അലീനെ വേണമെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള കാലം മൊത്തം അവളുടെ അച്ഛൻ ഞാനായിരിക്കും, വേറെ ആരും ആയിരിക്കുകയില്ല. ഇനി അച്ഛനോട് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സങ്കടം കൂടി സഹിക്കാനുള്ള ശേഷി ആ പാവത്തിന് കാണില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം മനു പറയും എനിക്ക് മനസ്സിലായി എങ്കിലേ എന്ന്. അന്നേരം ബാലേന്ദ്രൻ എടുത്തു പറയുന്നുണ്ട് ഒരു സൂചന പോലും അലീനയ്ക്ക് കൊടുത്തേക്കരുത് എന്ന്. അന്നേരം ഇല്ല അങ്കിളെ, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കും ബാലേന്ദ്രൻ മനുവിനോട് എന്താണ് വലിച്ചം വന്നതിൻ്റെ ഉദ്ദേശം എന്ന്. അന്നേരം മനു പറയുന്നുണ്ട് ഉദ്ദേശം വേറെ ഒന്നുമില്ല, ആൻറ്റിയെ എങ്ങനെയെങ്കിലും അവിടെ കടപ്പാട്ടൂർ വീട്ടിലെത്തിക്കുക, അലീനെ അവിടെ തന്നെ നിലനിർത്തുക, ഇതാണ് വലിച്ചൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പം അത് രണ്ടും നടക്കില്ലാത്ത കാര്യമാണല്ലോ മനു എന്ന് പറയും. അന്നേരം അവരൊന്ന് ശ്രമിച്ച് നോക്കട്ടെ അങ്കിളെ എന്ന് പറയും. ഏതായാലും ഞാൻ പിന്നെ വിളിക്കാം, വന്ന് കയറിയുള്ളൂ, ഡ്രസ്സ് പോലും മാറിയില്ല, ഒന്ന് ഫ്രഷ് ആയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഫോം വയ്ക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ഗ്രേസിയമ്മയും രേവതിക്കുട്ടിയൊക്കെയാണ്. രേവതിക്കുട്ടി ഒരു ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഗ്രേസിയമ്മയ്ക്ക്. ഇപ്പം ചായ എടുക്കാനൊക്കെ സമയം കൂടുതൽ എടുക്കുവാണ്, എന്താ എന്ന് ഗ്രേസിയമ്മ തമാശ രൂപേണ ചോദിക്കും. അന്നേരം പറയുന്നുണ്ട് മനസ്സ് ശരിയല്ലെന്നേ, അതുകൊണ്ടാണ് ഇവിടുന്ന് അവരെല്ലാം പോയി കഴിഞ്ഞത്തേക്കും എന്തോ ഭയങ്കരമായിട്ട് അവരെ മിസ് ചെയ്യുന്നു, അതുമാത്രമല്ല പോയിട്ട് അവരെന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല എന്ന് പറയുമ്പോൾ നിനക്ക് അങ്ങോട്ടും വിളിക്കാമായിരുന്നല്ലോ എന്ന് പറയും. അന്നേരം അത് നേരാണല്ലോ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി അങ്ങോട്ട് ഫോൺ വിളിക്കുവാണ്. ഈ സമയം ഇവിടെയും അലീനെ ചായ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ബാലേന്ദ്രന്. അന്നേരം കൃഷ്ണമോളോട് പറയും മോളെ ആ ഫോണൊന്ന് പോയി എടുക്കാവോ എന്ന്. കൃഷ്ണമോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടി ആട്ടോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കും. എന്നിട്ട് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര കഷ്ടമാട്ടോ, ഇവിടുന്ന് പോയിട്ട് എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ നിങ്ങൾ എന്ന് പറയുമ്പോൾ അതെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞതാണ്, വിളിക്കേണ്ട കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കുക നമുക്ക് എന്ന് പറഞ്ഞത് അലീന ചേച്ചിയാണ് എന്ന് പറയുമ്പം അലീനെ വന്ന് ഒരു കിഴി കൊടുക്കും. ഞാൻ എപ്പോഴാടി അങ്ങനെ പറഞ്ഞത് എന്ന് വയ്ക്കും. അന്നേരം രേവതിക്കുട്ടി അവിടുന്ന് എൻ്റെ കൃഷ്ണമോളെ ആരോ ഉപദ്രവിക്കുന്നത്, തൊട്ടുപോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറേ കുശലമൊക്കെ പറയുന്നു, അലീനെ വിളിക്കാത്തതിൻ്റെ പരിഭവം പറയുന്നു. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും കുശുമ്പ് കിട്ടിയത് എന്ന്. അന്നേരം എനിക്കൊരു ചേച്ചിയല്ലേ ഉള്ളൂ, അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ആവാമെന്ന് പറയുമ്പം അപ്പം ഞങ്ങളൊക്കെ ആരാ എന്ന് ചോദിക്കും. അന്നേരം രേവതിക്കുട്ടി പറയും അതേ കൃഷ്ണമോളെ എൻ്റെ അനിയത്തിയാണ്, ബബിത എൻ്റെ ഒരു ഇരട്ട സഹോദരിയായിട്ട് ഞാൻ കൂട്ടിക്കോളാം എന്ന് പറയും. ഇവരുടെ എല്ലാം വിശേഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നതേക്കും അങ്ങോട്ടേക്ക് ബബിത വരും. അന്നേരം ബബിതയോട് സംസാരിക്കും കേട്ടോ. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട് എന്താ ഞങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന്. അന്നേരം ശരിക്കും നിങ്ങളങ്ങ് പോയി കഴിയുമ്പോഴേക്കും സർക്കസ് കഴിഞ്ഞ് കൂടാരം പോലെയാണ്, ഭയങ്കര ഒരു സൈലൻസാണ്, എനിക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറയുമ്പം ഏതായാലും ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ബബിതേനടിക്ക്. ഏതായാലും കുറേ കുശലമൊക്കെ പറഞ്ഞിട്ട് അവർ വെക്കാൻ തുടങ്ങുമ്പം രേവതിക്കുട്ടി ചോദിക്കും അതെ അവിടെ വേറൊരാളൂടെ ഉണ്ടായിരുന്നല്ലോ, അയാൾ എന്തി, ഏതായാലും എൻ്റെ അന്വേഷണം അയാളെ കൂടി അറിയിച്ചേക്കണം കേട്ടോ എന്ന് പറയും. രോഹിത്തിൻ്റെ കാര്യമാണ്. അന്നേരം കൃഷ്ണമോള് പറയും അങ്ങനെയുള്ള അന്വേഷണമൊക്കെ നേരിട്ട് പറഞ്ഞു വേണം, ഇവിടെ മെസ്സേജ് പാസ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, ഞാൻ അതിനുള്ള അവസരം ഇപ്പോൾ ഉണ്ടാക്കാമെന്ന്. അന്നേരം എന്നാൽ നിങ്ങൾ സംസാരിക്കാൻ, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അലീനി അങ്ങോട്ട് പോകും. ഏതായാലും കൃഷ്ണമോള് സ്റ്റെപ്പേ വന്ന് നിന്ന് രോഹിത്തിനെ വിളിക്കുവാണ്. അന്നേരം രേവതിക്കുട്ടി പറയും എന്നാ ശബ്ദമാടി, എൻ്റെ ചെവി അടിച്ചു പോകുന്നുണ്ട് എന്ന്. അന്നേരം ഇവിടെ ഇങ്ങനെ വിളിച്ചാലേ കേൾക്കുള്ളൂ, അതുകൊണ്ടാണ് എന്ന് പറയും. അപ്പോഴത്തേക്കും സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് രോഹിത് വരും. എന്നിട്ട് എന്തിനാടി കിടന്ന് കാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ രോഹിയേട്ടൻ്റെ ഒരു ഫാൻ വിളിച്ചിട്ടുണ്ട്, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നീ ചുമ്മാ തമാശ കളിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദേ സത്യമായിട്ടും ദേ നോക്കിക്ക് കോൾ വെയിറ്റിംഗ് കാണിക്കുന്നത് കണ്ടോ എന്നിങ്ങനെ പറയുക. അതായത് രോഹിത് സംശയത്തോടെ താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആരാടി എന്ന് കൃഷ്ണമോളോട് ചോദിക്കുന്ന ശബ്ദം കേട്ട് വീര ഞാനാ, എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഓ ഇയാളായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് നിങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി, നിങ്ങളുടെ വിശേഷം അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങെത്തി, വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയും. എന്നിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രോഹിത് പറയുന്നുണ്ട് ഏതായാലും ഞാനും ഇടയ്ക്ക് വിളിക്കാം കേട്ടോ എന്നൊക്കെ. അങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞ് വെച്ച് കഴിയുമ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ നോക്കുവാണ് രോഹിതിനെ. അന്നേരം എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഫാനിൻ്റെ കാര്യം ഞാൻ അങ്ങ് ചിന്തിച്ചതായെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ റൂമിലേക്ക് പോകും. അപ്പോഴത്തേക്കും ബാലേന്ദ്രനുള്ള ചായയായിട്ട് അലീന വരും. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട് ഇത് ആർക്കാ ചായ എന്ന്. അച്ഛനാണ് എന്ന് പറയുമ്പം എന്നാൽ ചേച്ചി കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നു. അവൻ TV കാണാനായിട്ട് അപ്പുറത്തേക്ക് പോകും. അലീന നേരെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ചായ കൊണ്ട് കൊടുത്തിട്ട് പറയും കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ബാലേന്ദ്രൻ ആ സമയം കൊണ്ട്, ഇപ്പോൾ അച്ഛൻ്റെ ക്ഷീണമൊക്കെ മാറി അത്യാവശ്യം മിടുക്കനായിട്ടുണ്ട് എന്ന്. എന്നിട്ട് പോയ കാര്യം എന്തായി എന്ന് ചോദിക്കും. അന്നേരം അതെ ഇത് രഹസ്യമായിട്ടുള്ള കാര്യമാണ്, വേറെ ആരും അറിയണ്ട, നീ റൂമിൽ എൻ്റെ ഉള്ളിലോട്ട് കയറി വാ എന്ന് പറയും. അങ്ങനെ അലീന റൂമിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞ് എന്താ ചേച്ചാ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കുളത്തുപുഴയിൽ ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട്. നല്ല ഒരു വീടാണ്. അവിടുത്തെ തോട്ടം മുതലാളിയും കുറച്ച് സെർവൻസും ഒക്കെ ഉള്ളൂ, കുറേ പട്ടികളും ഒക്കെ ഉണ്ട് എന്ന് പറയും. അന്നേരം അവിടെ വേലക്കാരെ ആവശ്യമുള്ളത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരാളെ ആവശ്യമുണ്ട്, അതറിഞ്ഞതുകൊണ്ട് ഞാൻ അയാളെ വിവരം അറിയിച്ചിട്ടുണ്ട്, ഒന്ന് ആലോചിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, അതെന്താ സെർവൻറ്റിന് ആവശ്യം ഉണ്ടായിട്ട് പോലും ഒന്ന് ആലോചിക്കണമെന്നൊക്കെ പറയുന്നത്, അപ്പോൾ അവർക്ക് ശരിക്കും സെർവൻസിന് ആവശ്യമില്ലേ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവിടെ ഇഷ്ടം പോലെ സെർവൻസ് ഉണ്ട്, തോട്ടം നോക്കാനും പട്ടികളെ നോക്കാനും വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആളുണ്ട്. പക്ഷേ വലിയ വീടാണ്, അവിടെ ഇനിയും ആളെ വേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ പോയി സംസാരിച്ചത് എന്ന് പറയുമ്പോൾ എന്തോ അലീൻ്റെ മോഹം അങ്ങ് മങ്ങിപ്പോവാണേ. അന്നേരം ഇത്രയും ആൾക്കാരുള്ള സ്ഥലത്ത് ഞാൻ പോയി എന്ത് ചെയ്യാനാ, വേണ്ടായിരുന്നു എന്ന് പറയുമ്പം നിനക്ക് അങ്ങനെയൊക്കെ തോന്നും, ഞാൻ കണ്ടുപിടിച്ച വീട് അത്രയും നല്ലൊരു ഷെൽട്ടറാണ്, അവിടെ നിനക്ക് പോകാൻ സാധിക്കുവാണെങ്കിൽ അത്രയും സുരക്ഷിതത്വം ഈ ലോകത്ത് നിനക്ക് വേറെ ഒരിടത്തും കിട്ടില്ല എന്നോട് പറയുവാണ്. പക്ഷേ അന്നേരവും അലീനയുടെ മുഖത്താകെ വിഷമമാട്ടോ. അങ്ങനെ ഒരു പരിഭവത്തോടെ ഒരു സങ്കടത്തോടെ നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ എല്ലാവരുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരിക്കലും അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സോടെയല്ല ഞാനിതൊന്നും ചെയ്യുന്നത് എന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട്, ചേച്ചി ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഉള്ളവരുമായിട്ട് ബ്ലെൻഡാവും, അവരുമായിട്ട് കൂട്ടുകൂടും, പിന്നെ ഞങ്ങളെല്ലാം മറക്കുമെന്ന്. അതൊക്കെ കേൾക്കുമ്പം രോഹിത്തിനും വിഷമാവുന്നുണ്ട്. അന്നേരം കൃഷ്ണമോൾ പറയും, അതിന് അലീന ചേച്ചിക്ക് ഇവിടുത്തെ എന്ത് കാര്യമാണ് ഓർക്കാനുള്ളത്, എന്താ ഓർക്കാൻ കൊള്ളാവുന്ന രീതി സംഭവിച്ചിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. അതുപോലെ മനുവും വിളിക്കുന്നുണ്ട് അലീനെ പോകുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയല്ലോ, അതുകൊണ്ട് തന്നെ മനു പറയുവാണ്, ഞാൻ ആകെ ടെൻഷനിലാണ്, നീ അകന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുവാണ് എന്ന്. അന്നേരം അലീന പറയും, ഒരിക്കലും അകലത്തുമില്ല, കൂടെ തന്നെ ഉണ്ടാകും എന്ന്. അതുപോലെ മനുവും ഭയങ്കര വിഷമത്തിലാണ്. പിന്നീട് ബബിത കാണിക്കുക കേട്ടോ. ബബിത കോളേജിൽ പോകുന്ന സമയത്ത് ഇറങ്ങി പോകുമ്പം ബൈ പറയും, എന്നിട്ട് തിരിച്ചു കയറുമെന്ന് അലീനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അലീന. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ കഥയിൽ കാണിച്ചത്.